നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ കത്തിജ്വലിച്ചു നിന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനങ്ങൾക്ക് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി നൽകിയിരുന്ന നേതാവ്. ആ നേതാവിനെതിരെയാണ് യുവതികൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. വെളിപ്പെടുത്തലുകളിൽ പ്രതികരിക്കാതിരുന്ന രാഹുൽ, പരാതി ഉന്നയിച്ച അവന്തികയും ഞങ്ങളുടെ റിപ്പോർട്ടറായ ഡാൻ കുര്യനും തമ്മിൽ ഓഗസ്റ്റ് 1 നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ പ്രതിരോധത്തിനായി ഉയർത്തുന്നത്. അപ്രതീക്ഷിതമായി അന്ന് ഡാൻ കുര്യൻ അവന്തികയോട് സംസാരിക്കുമ്പോൾ രാഹുലിന് എതിരായ ആരോപണങ്ങൾ സ്ഥിരീകരിക്കാൻ അവന്തിക തയ്യാറായിരുന്നില്ല. എന്നാൽ രാഹുലിന് എതിരെ യുവനടി പരസ്യമായി രംഗത്തു വന്നതിന് പിന്നാലെ ഓഗസ്റ്റ് 21 രാഹുലിൽ നിന്നുമുണ്ടായ വൈകൃതങ്ങൾ അവന്തിക വെളിപ്പെടുത്തി. എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 1 ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാതിരുന്നത് എന്നതിനും അവന്തിക കൃത്യമായ മറുപടി പറയുന്നുണ്ട്. ദുർബലമായ പ്രതിരോധങ്ങൾ തീർക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനോട് മറ്റു വെളിപ്പെടുത്തലുകളിലും ഇതുപോലെയുള്ള പ്രതിരോധം തീർക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. രാഹുൽ വ്യക്തതയോടെ മറുപടി പറയണം. ഗർഭചിത്രത്തിന് യുവതികളെ ഭീഷണിപ്പെടുത്തിയതോ എന്നതിൽ അടക്കം. അതുമാത്രം പോരാ, രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തുന്നവരുടെ പേരുകൾ പരസ്യമായി പറയാനും തയ്യാറാകണം. അവർക്കെതിരെ നിയമ നടപടിക്കും തയ്യാറാകണം. അതിന് ധൈര്യമുണ്ടോ രാഹുലിന് എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്ക് സമ്മർദ്ദം ഏറുന്നു. കടിച്ചു തൂങ്ങി രാഹുൽ. പ്രതിരോധം തീർക്കാൻ ശബ്ദരേഖ പുറത്തുവിട്ടു. രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ദുർബലവാദം പൊളിച്ചടുക്കി ന്യൂസ്. അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ. അത് രാഹുലിനെ പോലെ ആരോപണം വരും, അത് അതുവഴി അങ്ങ് പൊക്കോളൂന്നല്ല. ഏത് നിയമവഴിയിലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. അവന്തികയുടെ നിലപാട് എന്താണ് അക്കാര്യത്തിൽ? ഞാനും തയ്യാറാണ്. അങ്ങനെ ഗൂഢാലോചന ഉണ്ടെന്ന് അയാൾ വാദിക്കുന്നുണ്ടെങ്കിൽ നിയമപരമായി അയാൾ തന്നെ തെളിയിക്കട്ടെ. രാഹുൽ അടൂരിലെ വീട്ടിൽ തുടരുന്നു. രാഹുലിനെ കൈവിട്ട AICC നേതൃത്വം. തീരുമാനമെടുക്കാൻ KPCCക്ക് നിർദ്ദേശം. രാജി ആവശ്യം ശക്തമാക്കി വനിതാ നേതാക്കൾ. കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹം രാജിവെച്ച് മുഖ്യധാര രാഷ്ട്രീയ രംഗത്തുനിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതാണ് പ്രസ്ഥാനത്തിനും നാടിനും ഉചിതം. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് സണ്ണി ജോസഫ്. വിവാദത്തിൽ UDF ഘടകകക്ഷികൾക്കും അമർഷം. പത്തനംതിട്ട മുൻ SP-ക്കെതിരായ പരാതിയിൽ ആഭ്യന്തര അന്വേഷണം. DGPയുടെ നിർദ്ദേശം. റേഞ്ച് DIGയുടെ റിപ്പോർട്ടിൽ ലൈംഗിക ചുവയോടെ സന്ദേശങ്ങൾ അയച്ചെന്ന് മൊഴി. ശിക്ഷണ മനോഭാവത്തോടെ പെരുമാറിയെന്നും വനിതാ SI. തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ പോലീസിന് നേരെ ആരോപണം. ഇല്ലാത്ത തെളിവുണ്ടാക്കിയെന്ന് അറസ്റ്റിലായ അബൂബക്കറിന്റെ കുടുംബം. കുടുക്കിയതെന്ന് കുടുംബം. റംലിയുടെ വീട്ടിൽ പോയത് കത്ത് നൽകാനെന്ന് മകൻ. മന്ത്രിമാരെ പുറത്താക്കുന്ന ബില്ലിലെ JPC സഹകരണത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത. എതിർപ്പുമായി തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സഹകരിക്കണമെന്ന് കോൺഗ്രസ്. ചേതേശ്വർ പൂജാര വിരമിച്ചു. ക്രിക്കറ്റിനോട് വിട പറഞ്ഞത്. ക്രീസിൽ ഇന്ത്യക്ക് വൻമതിൽ തീർത്ത താരം. ലഭിച്ച എല്ലാ അവസരങ്ങൾക്കും നന്ദിയെന്ന് പൂജാര. പ്രഖ്യാപനം X പോസ്റ്റിലൂടെ. ഇന്നത്തെ വാർത്താ ദിനത്തിലും നിറഞ്ഞു നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം കടിച്ചു തൂങ്ങുന്നതിന് ദുർബലമായ പ്രതിരോധമാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. പക്ഷേ രാഹുലിന്റെ ആ വാദങ്ങളും പൊളിയുകയാണ്. പാർട്ടിയിൽ രാജിസമ്മർദ്ദം ശക്തമാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധം രാഹുൽ മാങ്കൂട്ടം സൃഷ്ടിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ ഉണ്ടിയില്ല വെടി തീർത്തുകൊണ്ടുള്ള ഒരു തന്ത്രം ആണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. പ്രത്യേകിച്ച് അവന്തിക തന്നെ എന്നോട് പറഞ്ഞ് ഞാൻ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാനത് കോൾ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സെൻഡ് ഇറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു. സെൻഡ് ഇറ്റ് പ്ലീസ്. അതായത് ഇങ്ങനത്തെ കോൾ വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, ക്യാൻ ഐ ആസ്ക് ദം
ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഓക്കെ, ഷുവർ. അപ്പം വാട്ട് ടൈം, കോളിനെ പറ്റിയിട്ടാണ് കേൾക്കുന്നത്. വാട്ട് ടൈം? അന്നേരം പറഞ്ഞു ജസ്റ്റ് നൗ. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നു, ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ? യെസ്. എന്നിട്ട് ഇനി ഞാൻ ശബ്ദം വിളിക്കും. ആരാണ് പറഞ്ഞത്? ചേട്ടൻ ന്യൂസ് 18-ലെ റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞ. അപ്പൊ അത് സംസാരിക്കും. നിങ്ങളിങ്ങനെ എല്ലാം മറച്ചു വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ കാര്യം പറയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ ആള് എനിക്ക് ആളുടെ പേര് ഞാൻ ചിലപ്പോ അടുത്ത ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണ് ഇല്ലയെന്ന് പറയാ, ഇല്ലെങ്കിലെ വിട്ടേക്കുക. പറഞ്ഞത് നിങ്ങളൊരു പ്രത്യേക സിറ്റുവേഷനിലാണ്, ലൈഫ് ത്രെട്ടണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്, നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവവും നിങ്ങൾ കഴിക്കാതിരിക്കുകയാണ്. പക്ഷെ ലൈഫ് ത്രെട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തതാണ് പറയാറ്. പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും ഈ നാട്ടിലുള്ള സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. സംസാരിച്ചിട്ടില്ല? ഇല്ല. ആരാ ഈ പരാതി പറഞ്ഞതാരാണ്? ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അത് ഉന്നയിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞു നടക്കുമ്പോ അത് ആരാന്ന് അറിയാനുള്ള അവകാശമില്ല ചേട്ടാ. അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനല്ല, നിങ്ങളെ മോശമായിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. മോശമല്ലെങ്കിൽ കേരളത്തിലൊരു MLA, പാലക്കാട് MLA ആണ്. ആ MLA ആയിട്ട് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ? ഇല്ലേ? ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാറ്റിൽ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ അതന്നെ അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ? മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അത് പറഞ്ഞു നടക്കുന്ന ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ? ഞാൻ ആളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ എങ്ങനെയാണ്? ഞാൻ എങ്ങനെയാന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ് ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റിനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാൻ പറയുന്ന സംഭാഷണം. ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോ അവര് പിന്നീട് പറഞ്ഞത് ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷൻ ആണെന്നാണ്. ഈ ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ റിപ്പോർട്ടറാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളത് കേട്ടു. യെസ്, ഇതായിരുന്നു ഇന്ന് പ്രതിരോധമായി രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്. ഇത് ഓഗസ്റ്റ് 1-ാം തീയതി, അതായത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഒരു ട്രാൻസ്ജെൻഡറിന് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ടിവിസ്റ്റ് അരുണിമയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അരുണിമ ആ ആക്ടിവിസ്റ്റിനെ അന്ന് കണക്ട് ചെയ്തപ്പോഴാണ് ഇത് സംഭവിച്ചത് എങ്കിൽ പിന്നീട് നടി പരസ്യമായ ഒരു വെളിപ്പെടുത്തലുമായി എത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ. അതിന് പിന്നാലെ ആണ് അന്ന് ഞങ്ങളോട് സംസാരിച്ച, ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യനോട് സംസാരിച്ച അതേ അവന്തിക തന്നെ ധൈര്യപൂർവ്വം രംഗത്തു വരികയും രാഹുലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ വൈകൃതത്തെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തത്. ആ ഘട്ടത്തിലും ഞങ്ങൾ ഓഗസ്റ്റ് 21-ന് ഞങ്ങളോട് സംസാരിക്കുമ്പോഴും വളരെ കൃത്യമായി ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ഇക്കാര്യം നേരത്തെ പറഞ്ഞില്ല എന്ന്. അതിനും അവന്തികയ്ക്ക് ഓഗസ്റ്റ് 21-ന് തന്നെ മറുപടി നൽകാൻ സാധിച്ചിരുന്നു. ഇതിനെപ്പറ്റി ഒരു സൂചന ലഭിച്ചിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് നിങ്ങളെ വിളിച്ചത്. ഞാൻ നിങ്ങളെ വിളിച്ച കാര്യം ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും അറിഞ്ഞു. ഉടൻ തന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. തേജോവധം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് നൽകിയ മറുപടി. അപ്പോൾ ഞാനായിട്ടത് പറയുന്നില്ല, നിങ്ങളായിട്ട് അതുമായി രംഗത്ത് വരട്ടെ എന്നോർത്താണ് ഞാനൊന്ന് സംസാരിക്കാതിരുന്നത്. പിന്നീട് എനിക്ക് ആ സമയത്ത് ഉൾപ്പെടെ എനിക്ക് ഭയമായിരുന്നു. കാരണം ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അയാൾ ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്.
അയാൾ ഇങ്ങനെ ഒരു ആരോപണ വിധേയമാകുമ്പോൾ അയാൾ തിരിച്ച് നമ്മളെ ഏത് തരത്തിലാണ് ആക്രമിക്കാൻ പോകുന്നത്, അല്ല അയാളുടെ കൂട്ടാളികൾ ഏത് തരത്തിലാണ് നമ്മൾ സൈബറിടങ്ങളിൽ ആക്രമിക്കാൻ പോകുന്നത് നമുക്ക് മീൻസ് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സ്റ്റേജാണത്. പിന്നെ എനിക്കും പേടിയുണ്ട്, ഞാനും അയാളെ ഭയന്നിരുന്നു ഇതൊക്കെ പുറത്ത് വന്നാൽ നാളെ എന്താവും ഇഷ്യൂ എന്ന്. ഞാനും ആരെങ്കിലും ഒക്കെ പുറത്ത് പറയട്ടെ എന്ന് കാത്തിരിക്കുമായിരുന്നു. യെസ്, ഇനിയും ആളുകൾ ഇത്തരത്തിൽ രംഗത്ത് വന്നേക്കുമോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ ഇതിനോടകം തന്നെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതുൾപ്പെടെയുള്ള സംഭാഷണങ്ങൾ പുറത്തു വരുമ്പോൾ അത് തൻ്റെ സംഭാഷണമല്ല എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുമോ? ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരൊക്കെയെന്ന് പറയാൻ തയ്യാറാകുമോ? ഈ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്ന് പറയാൻ തയ്യാറാകുമോ എന്നതിലൊക്കെയാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പരാതിയുമായി അവന്തിക തന്നെ സമീപിച്ചിരുന്നു എന്ന് BJP നേതാവ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. താനാണ് രാഹുലിൻ്റെ ചാറ്റ് പുറത്തുവിടാൻ ധൈര്യം നൽകിയത്. ചാറ്റ് തനിക്ക് അയച്ചു തന്നിരുന്നു. അവന്തികയുടെ പഴയ ഓഡിയോ വെച്ചാണ് രാഹുൽ ഇപ്പോൾ ഇരവാദം ഉന്നയിക്കുന്നത് എന്ന് പ്രശാന്ത് ശിവനും വ്യക്തമാക്കി. ഇങ്ങനെ ദുർബലമായ പ്രതിരോധങ്ങൾ തീർക്കുന്നുണ്ടെങ്കിലും രാജി ആവശ്യം ശക്തമാക്കുകയാണ് കോൺഗ്രസിനകത്തെ നേതാക്കൾ തന്നെ. രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ജോസഫ് വാഴക്കൻ, ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അല്ല, ഒരു കാലത്തും കോൺഗ്രസിൽ അങ്ങനെ അഭിപ്രായം പറയുന്നത് വിലക്കിയിട്ടില്ല. അങ്ങനെയുള്ള വിലക്കുകളൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാഹുലിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത വലിയൊരു സംഭവം പുറത്തേക്ക് വന്നു. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുമില്ല. തീർച്ചയായും അല്ലെങ്കിൽ ഇത് തെറ്റാണെന്നുള്ള പറയാത്തൊരു സാഹചര്യത്തിൽ മറ്റ് കാര്യങ്ങളിലേക്ക്, അതായത് അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് ഒന്നും പോകാതെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യമെന്ന് പറയുന്നത് ധാർമ്മികതയാണ്. നിയമത്തെക്കാൾ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രീയ പരിസരമാണ് കേരളത്തിലുള്ളത്. അത് CPM ഒന്നും പാലിക്കുന്നില്ല, അല്ല BJP പാലിക്കുന്നില്ല എന്നത് വേറെ കാര്യം. എങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹം രാജിവെച്ച് മുഖ്യധാര രാഷ്ട്രീയ രംഗത്തുനിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതാണ് പ്രസ്ഥാനത്തിനും നാടിനും ഉചിതം. ഉമാ തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് രാഹുൽ ഒന്നുകിൽ ഇതൊക്കെ തെറ്റായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഒരു നിയമ നടപടി സ്വീകരിക്കണം. ഈ നിശബ്ദത എന്ന് പറയുന്നത് ഇതെല്ലാം ശരിയെന്ന് അംഗീകരിക്കുന്ന എന്നാണ് ഉമാ തോമസ് MLA പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും മൗനം സമ്മതം എന്നാണല്ലോ പൊതുവെ ഒരു മലയാളത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. എന്തു തന്നെയായാലും കോൺഗ്രസ് രാഷ്ട്രീയം എല്ലാ കാലത്തും മാനവികതയും സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതാണ്. CPM-നെ പോലെയല്ല. CPM-ന്റെ വനിതാ നേതാക്കന്മാർ ഇപ്പോൾ മുകേഷിൻ്റെ എത്രയെത്ര സ്ത്രീപീഡന കേസുകൾ, എന്താ പറയുക, ഗാർഹിക പീഡനവും സ്ത്രീപീഡനവും ഒക്കെ വന്നപ്പം അതിന് വെള്ള പൂശിയ വനിതാ നേതാക്കന്മാർ സ്വന്തം പാർട്ടിയിലെ ഒരു യുവതിക്ക് നേരെ സ്വന്തം പാർട്ടിയുടെ MLA ആക്രമണം നടത്തിയെന്ന പെൺകുട്ടി പരാതി പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കെതിരായി നിലപാടെടുത്ത് റിപ്പോർട്ട് കൊടുത്ത ശ്രീമതി ടീച്ചർ അടക്കം വന്നെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ലജ്ജയില്ലേ ശ്രീമതി ടീച്ചറെ? തീവ്രത അടക്കാൻ പോയിട്ട് കോൺഗ്രസിനെ മൂല്യം പഠിപ്പിക്കാൻ വേണ്ട കാര്യമില്ല. കോൺഗ്രസ് വളരെ കൃത്യമായി കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യാത്ത രീതിയിൽ 24 മണിക്കൂറിനകം ആദ്യ സ്റ്റെപ്പ് എടുത്തു. അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വത്തിൽ വലിയ ചർച്ച നടത്തി എല്ലാവരും ഒരു അഭിപ്രായ ഐക്യത്തിലെത്തി. തീർച്ചയായും പാർട്ടി നിലപാട് പറയും, ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കും. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി വലിയൊരു പോരാട്ടത്തിന്റെ മധ്യത്തിലാണ്. ഇതിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരിക്കുകയാണ്. അത്തരം ബാധ്യത കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ്, ആ വ്യക്തി ചെയ്യുന്ന തെറ്റിന് ആ വ്യക്തി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. രാഹുലിനെതിരെ ഇപ്പോൾ 2-3 ദിവസമായി ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. എനിക്കതിൻ്റെ കൃത്യമൊന്നും നിജസ്ഥിതിയൊന്നും അറിയില്ല. ഇത് തെറ്റാണ് എങ്കിൽ രാഹുൽ അത് സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തണം, അല്ലെ പാർട്ടിയെങ്കിലും ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല, യൂത്ത് കോൺഗ്രസിനുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ, നിരപരാധിത്വം തെളിയിച്ച് പാർട്ടിക്ക് മുമ്പിൽ വിശദീകരണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ, സമൂഹത്തിന് മുമ്പിൽ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കണം. ഇതാണ് എൻ്റെ നിലപാട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി സംബന്ധിച്ച് ഉചിതമാകുന്ന സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ളതായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി. ഉചിതമായ തീരുമാനം തക്ക സമയത്ത് ഉണ്ടാകും.
അങ്ങനെ തീരുമാനമുണ്ടായാൽ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിക്കും. അഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് ഉചിതമായ തീരുമാനം അതിൻ്റേതായ സമയത്തെടുക്കും. എല്ലാ നേതാക്കന്മാരുമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ച് പരിഗണിച്ച് ഉചിതമായ തീരുമാനം. അതേസമയം ഇന്ന് പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല. ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അല്ല, ഇക്കാര്യത്തിൽ ബിജെപി പറയുന്നത് ദേശീയവും ബിഡിയും ചേർന്ന് സംരക്ഷിക്കുന്നു എന്നാണ്. ആരോപണങ്ങളും തെളിവുകളും എന്തുകൊണ്ടാണ് രാജിയില്ലാത്തത്? ആരാണ് ആവശ്യപ്പെടാത്തത്? രാജി ആരാണ് ആവശ്യപ്പെടാത്തത്? പരസ്യ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന് കൂട്ടായി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. മുതിർന്ന നേതാക്കളുമായി സംസാരിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നടപടിയെടുക്കില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഒപ്പം വനിതാ കമ്മീഷനെതിരെ വിമർശനവും ഉന്നയിച്ചു. എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന കമ്മീഷൻ അതിൽ ഉറച്ചു നിൽക്കുമോ എന്ന് പരിശോധിക്കണം എന്നുമായിരുന്നു അടൂർ പ്രകാശിന്റെ വിമർശനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ഔദ്യോഗികമായ എക്സ് അക്കൗണ്ടിൽ പങ്കുവെക്കുന്നുണ്ട് BJP. ഇതിനെ ദേശീയ തലത്തിലും ആയുധമാക്കി മാറ്റുകയാണ്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായി ലൈംഗിക ആരോപണത്തിൽ എന്നാണ് ഈ എക്സ്പോസിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനോടൊപ്പം നിൽക്കുന്ന ചിത്രം അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു പോസ്റ്റ് BJP ദേശീയ തലത്തിൽ ഉയർത്തിവിടുന്നത്. അടുത്തത് നമ്മൾ പഞ്ച് ഡയലോഗ് സെഗ്മെന്റിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രതികരണങ്ങൾ പല നേതാക്കളിൽ നിന്ന് ഉയരുന്നുണ്ട് എങ്കിലും കേരള സ്കൂൾ ശാസ്ത്രോത്സവ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തും എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് കുട്ടികളൊക്കെ TV കാണുന്നവർ ആണല്ലോ എന്ന പ്രതികരണം കൂടിയാണ്. ഇന്നത്തെ പഞ്ച് ഡയലോഗിൽ വി ശിവൻകുട്ടിയുടെ പ്രതികരണമാണ്. പാലക്കാട് MLA അതിൽ പങ്കെടുക്കുമല്ലോ എന്നുള്ളവർ എനിക്കറിയില്ല. എന്തായാലും പങ്കെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സംഘാടക സമിതി യോഗം അലങ്കോലപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ വൈകുന്നേരം പാലക്കാടത്തേക്ക് പോകും. എന്തായാലും അദ്ദേഹം അധ്യക്ഷം വഹിക്കുന്നില്ല. കുട്ടികളെല്ലാം വന്നിരിക്കുമ്പോൾ ഈ ടെലിവിഷനെല്ലാം കണ്ടിട്ടില്ലേ കുട്ടികൾ വരുന്നത്? എല്ലാ കുട്ടികളും ടെലിവിഷൻ കാണുകയും വീട്ടിൽ നടക്കുന്ന ചർച്ചയിലൊക്കെ പങ്കെടുക്കുമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് പലതിന്റെ അർത്ഥം പോലും അറിഞ്ഞുകൂടാ. എന്നും പത്രത്തിൽ കണ്ടു ഈ കുട്ടികളുള്ള വീടുകളിലൊക്കെ തന്നെ ഇപ്പോൾ ടെലിവിഷൻ ഓൺ ചെയ്യാൻ പ്രയാസമാണ്. കാരണം വെച്ചാൽ 75% വാർത്തകളും ഈ വാർത്തകളാണ്. അദ്ദേഹം ഒരു കാര്യം ചെയ്യട്ടെ, നിഷേധിക്കുന്നെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ, സിവിലായും ക്രിമിനലായും കേസ് കൊടുക്കട്ടെ. അതല്ലേ മാന്യത എന്ന് പറഞ്ഞാൽ. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ അത്യപൂർവമായിട്ടുള്ള സംഭവവികാസങ്ങളാണ്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ നിരവധിയായ ആളുകൾക്കെതിരെ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് അങ്ങനെ ഒരു ആരോപണമെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ പ്രത്യേകിച്ച് കേരള പോലീസിലുമുണ്ട് ഇത്തരക്കാർ എന്നാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പത്തനംതിട്ട മുൻ SP-ക്കെതിരെ വനിതാ SIമാർ ഉന്നയിച്ച പരാതിയിൽ ആഭ്യന്തര അന്വേഷണം. വനിതാ SIമാരുടെ മൊഴി രേഖപ്പെടുത്തിയ റേഞ്ച് DIGയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ലൈംഗിക ചുവയോടെ സന്ദേശങ്ങൾ അയച്ചു, അനുകൂല സമീപനം ഉണ്ടാകാതെ ഇരുന്നപ്പോൾ ശിക്ഷണ മനോഭാവത്തോടെ പെരുമാറി തുടങ്ങിയവയാണ് SP-ക്കെതിരായ പരാതികൾ. കേരളത്തിലെ പൊതുപ്രവർത്തകരടക്കം ലൈംഗികാരോപണം നേരിടുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കടക്കം കളങ്കം വരുത്തുന്ന തരത്തിൽ ലൈംഗികാരോപണവുമായി വനിതാ SIമാർ രംഗത്ത് വന്നിട്ടുള്ളത്. ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചുവെന്നും ഇതിന് അനുകൂലമായ രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നുവെന്നും കാട്ടിയാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റേഞ്ച് DIG നടത്തിയ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് നടത്തിയത്. ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾക്കൊപ്പം തന്നെ ഇതിന് അനുഭാവപൂർണമായ രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ പ്രതികാര നടപടികളും അതിനനുസരിച്ചുള്ള കൂടുതൽ കടുത്ത കാര്യങ്ങളിലേക്കടക്കം ഈ SP കടന്നിരുന്നു എന്നാണ് വനിതാ SIമാർ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയം ലൈംഗികാരോപണത്തിനിടെ പ്രക്ഷുബ്ധമായിരിക്കുന്നതിനിടയിലാണ് പോലീസ് സേനയിൽ നടക്കം കളങ്കം വരുത്തുന്ന തരത്തിലുള്ള ഈ പരാതിയും അതിനെ തുടർന്നുള്ള റിപ്പോർട്ടും സമർപ്പിച്ചിരിക്കുന്നത്.
ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തുടർന്നുള്ള അന്വേഷണം നടത്തി കനത്ത അച്ചടക്ക നടപടികളിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. പോലീസിനെതിരെ ഇത് മാത്രമല്ല, ആലപ്പുഴയിലെ തോട്ടപ്പള്ളിയിൽ നിന്ന് ഉയരുന്നത് പോലീസ് കള്ളത്തെളിവുകൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അവിടെ വയോധികയുടെ കൊലപാതകത്തിൽ ആണ് പോലീസിനെതിരെ ഇങ്ങനെയൊരു ആരോപണം ഉയരുന്നത്. ഈ കേസിൽ ആദ്യം അറസ്റ്റിലായ അബൂബക്കറിന്റെ കുടുംബമാണ് ഇത് പറയുന്നത്. അബൂബക്കർ അല്ല കൊലയാളി എന്ന് വ്യക്തമായിട്ടും ഇല്ലാത്ത തെളിവുണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പിതാവ് ഇതിൽ പെടുത്തുകയായിരുന്നു ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ. അദ്ദേഹം ഒരു സാധുവായ മനുഷ്യനാണ്. എനിക്ക് പറയാനാണെങ്കിൽ വാക്കുകൾ കിട്ടുന്നില്ല. ഈ സംഭവം നടക്കുന്നത് ഞാൻ ഫോണിൽ കൂടെയാണ് ഞാൻ അറിയുന്നത്. അന്ന് തന്നെ ഞാൻ വാപ്പാനെ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വാപ്പ അതിന് വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പം ഞാൻ വാപ്പടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവസാനം വാപ്പ എന്നെ എടുത്തിട്ട് കാര്യം പറഞ്ഞു, മോനെ ഇത് എന്നെ കുരുക്കാനുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നതെന്ന് വാപ്പ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ദിവസം ഒരു 8 മണിയായപ്പോഴത്തേക്കും അമ്പലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു. ഒരു വാപ്പിനെ കൊണ്ട് അവർ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം വാപ്പിയെ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ വാപ്പനെ കണ്ടു. ഞാൻ സ്വീകരണത്തിൽ സാറേ ഞാൻ വാപ്പനെ ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് ചോദിച്ചു. ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സാറേ ഒന്ന് സമാധാനിപ്പിക്കാനാണെന്ന് പറഞ്ഞു. എൻ്റെ വാപ്പ എന്നെ കണ്ടപ്പം കെട്ടിപ്പിടിക്കുകയെ കരയെ വാപ്പി ചെയ്തു. മോനെ എന്നെ പെടുത്തിയാണെന്ന് വാപ്പി പറഞ്ഞിട്ടുണ്ട്. അത് വാപ്പി ഒരിക്കലും വാപ്പി ഇങ്ങനെ ചെയ്യത്തില്ല. യെസ്, പല സിനിമകളിലും ഇങ്ങനെ കള്ളത്തെളിവുകളൊക്കെ ഉണ്ടാക്കി പ്രതിയെ സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ അത്തരമൊരു സംഭവമാണ് ഇത് എന്നാണ് ആലപ്പുഴയിലെ അബൂബക്കറിന്റെ മകൻ തന്നെ പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം വലിയ തോതിൽ കേരളത്തിലെ കോൺഗ്രസിന് പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ദേശീയ തലത്തിൽ ഇപ്പോൾ പ്രതിസന്ധിയാകുന്നത് ഈ മന്ത്രിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലിന്മേൽ അതിലും ഇന്ത്യ സഖ്യത്തിന് യോജിപ്പില്ല എന്നതാണ്. തടവിലായാൽ പദവി നഷ്ടമാകുന്ന ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയോട് സഹകരിക്കണോ എന്നതിൽ ഇന്ത്യ സഖ്യത്തിൽ അഭിപ്രായ ഭിന്നത. JPCയിലേക്ക് ആരെയും നാമനിർദ്ദേശം ചെയ്യില്ല എന്നാണ് തൃണമൂലിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും നിലപാട്. JPC പ്രഹസനം ആണ് എന്നും ബിൽ അവതരണത്തിൽ തന്നെ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്നും തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രിയാൻ പ്രതികരിച്ചു. എന്നാൽ സഹകരിച്ചില്ല എങ്കിൽ വിയോജിപ്പ് അറിയിക്കാൻ വേദി ഇല്ലാതാകുമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും ഉള്ളത്. ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ അവരുടെ വലിയ സൂപ്പർ താരങ്ങളിൽ ഒന്നായിരുന്നു ചേതേശ്വർ പൂജാര. ആ പൂജാര ഇപ്പോൾ വിരമിച്ചിരിക്കുകയാണ്. ചേതേശ്വർ പൂജാര രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യക്കായി 103 ടെസ്റ്റിൽ നിന്ന് 7195 റൺസാണ് നേടിയിട്ടുള്ളത്. 206 റൺസാണ് ടെസ്റ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ. 19 സെഞ്ചുറിയും 35 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. ഇന്ത്യക്കായി അവസാനം കളിച്ചത് 2023 ആണ്. രാഹുൽ ദ്രാവിഡിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വൻമതിൽ എന്നാണ് ചേതേശ്വർ പൂജാരയെ വിശേഷിപ്പിച്ചിരുന്നത്. 2010 ഒക്ടോബറിൽ ഓസ്ട്രേലിയയ്ക്ക് എതിരെ ആയിരുന്നു പൂജാരയുടെ അരങ്ങേറ്റ മത്സരം. ഇനി മുകളിൽ ഒരാളുണ്ട് എന്ന സെഗ്മെന്റിലേക്കാണ്. നമ്മുടെ നാട്ടിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവമാണ്. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും നിത്യസംഭവമാണ്. ആരുടെ ഭാഗത്താണ് പിഴവുകൾ എന്നത് സംബന്ധിച്ച തർക്കങ്ങൾ. പക്ഷേ ഇപ്പോൾ പലയിടത്തും ഈ CCTVകൾ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം തർക്കങ്ങൾക്കൊക്കെ CCTV ആണ് ഉത്തരം നൽകാറ്. പാലക്കാട് മണ്ണാർക്കാട് കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടമുണ്ടായി. ഒരേ ദിശയിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുടെ പിന്നിൽ ആയിരുന്നു കാർ ഇടിച്ചത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാർ അമിത വേഗതയിൽ ആയിരുന്നു എന്നത് വ്യക്തമാകുന്നുണ്ട്. മേലെ കൊടക്കാട് ആണ് അപകടം ഉണ്ടായത്. മുന്നിൽ സാവധാനം പോയ ഓട്ടോറിക്ഷയിലേക്ക് വന്നിടിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളോടെ ന്യൂസ് at 9 പൂർണ്ണമാകുന്നു. നമസ്കാരം.